21/3/21 അവ്യക്ത ബാബ്ദാദ റിവൈസ് 22/11/87. സഹായത്തിൻ്റെ സാഗരത്തിൽ നിന്നും പദമം മടങ്ങ് സഹായം നേടുന്നതിൻ്റെ വിധി. ഇന്ന് ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള ധൈര്യശാലികളായ കുട്ടികളെ നോക്കുകയാണ്. ആദ്യം മുതൽ ഇപ്പോൾ വരെയും ഓരോ ബ്രാഹ്മണ ആത്മാവും ധൈര്യത്തിൻ്റെ ആധാരത്തിൽ ബാബ്ദാദയുടെ സഹായത്തിന് പാത്രമായിരിക്കുന്നു. ധൈര്യമുള്ള കുട്ടികളെ ബാബ സഹായിക്കുന്നു എന്ന വരദാനമനുസരിച്ച് പുരുഷാർത്ഥത്തിൽ നമ്പർ വാറായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ ധൈര്യത്തിൻ്റെ ഒരു ചുവടും ബാബയുടെ പദമം ചുവടിൻ്റെ സഹായവും ഓരോ കുട്ടിക്കും പ്രാപ്തമാകുന്നു. കാരണം ഇത് എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള ബാബ്ദാദയുടെ വാഗ്ദാനം എന്ന് പറയാം, സമ്പത്ത് എന്ന് പറയാം. ഈ ശ്രേഷ്ഠ സഹജ പ്രാപ്തി കാരണം തന്നെയാണ് 63 ജന്മങ്ങളിലെ ബലഹീനരായ ആത്മാക്കൾ ബലവാനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണ ജന്മം എടുത്തപ്പോൾ തന്നെ ആദ്യത്തെ ധൈര്യം ഏതാണ് ധാരണ ചെയ്തത്? ആദ്യത്തെ ധൈര്യമാണ് അസംഭവ്യമായതിനെ സംഭവ്യമാക്കി കാണിച്ചു. പവിത്രതയുടെ വിശേഷതയെ ധാരണ ചെയ്തു. ധൈര്യപൂർവം ദൃഢസങ്കല്പം എടുത്തു, നമുക്ക് പവിത്രമാവുക തന്നെ വേണം. ബാബ പദമം മടങ്ങ് സഹായവും നൽകി. ആത്മാക്കളായ താങ്കളുടെ അനാദിയും ആദിയും പവിത്രമായിരുന്നു. അനേകം തവണ പവിത്രമായിട്ടുണ്ട്, ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പുതിയ കാര്യമല്ല. അനേകം തവണയുടെ ശ്രേഷ്ഠ സ്ഥിതിയെ വീണ്ടും കേവലം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പോലും പവിത്ര ആത്മാക്കളായ താങ്കളുടെ ഭക്തർ താങ്കളുടെ ജഡചിത്രങ്ങളുടെ മുന്നിൽ പവിത്രതയുടെ ശക്തി യാചിച്ചു കൊണ്ടിരിക്കുന്നു. താങ്കളുടെ പവിത്രതയുടെ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം താങ്കളുടെ പവിത്രതയുടെ അടയാളമായ പ്രകാശ കിരീടം ഓരോ പൂജ്യ ആത്മാവിൻ്റെ മേലും ഉണ്ട്. ഇങ്ങനെയുള്ള സ്മൃതിയിലൂടെ സമർത്ഥമാക്കി മാറ്റി. അതായത് ബാബയുടെ സഹായത്തിലൂടെ താങ്കൾ ബലഹീനരിൽ നിന്നും ബലവാനായി മാറി. നമ്മൾ വിശ്വത്തെ പാവനമാക്കി കാണിക്കുക തന്നെ ചെയ്യും എന്ന് വിശ്വത്തെ ചലഞ്ച് ചെയ്യുന്നതിന് നിമിത്തമാകും വിധം ഇത്രയും ബലവാനായി. ദ്വാപരം മുതൽ പ്രശസ്തരായ ഋഷിമുനിമാരും മഹാൻ ആത്മാക്കളും പ്രവൃത്തിയിൽ ഇരുന്നു കൊണ്ട് പവിത്രമായി ജീവിക്കുന്നത് അസംഭവ്യമാണ് എന്ന് ഈ കാര്യത്തെ ഖണ്ഡിച്ചു കൊണ്ടിരിക്കുന്നു. സ്വയവും ഇക്കാലത്തെ സമയമനുസരിച്ച് തനിക്ക് വേണ്ടിയും പ്രയാസമായി മനസ്സിലാക്കുന്നു. എന്നാൽ ഇത്, അതായത് പവിത്രത, ആത്മാവിൻ്റെ അനാദിയും ആദിയുമായ നിജസ്വരൂപമാണ്. ഇതിലെന്ത് പ്രയാസമാണുള്ളത് എന്ന് അവരുടെ മുന്നിൽ നാച്ചുറൽ രൂപത്തിൽ വർണ്ണിക്കുന്നു. അത്രയും ബലവാനായി കഴിഞ്ഞു. ഇതിനെയാണ് ധൈര്യമുള്ള കുട്ടികളെ ബാബ സഹായിക്കുന്നു എന്ന് പറയുന്നത്. അസംഭവ്യമായത് സഹജമായി അനുഭവമായി ആയിക്കൊണ്ടിരിക്കുകയുമാണ്. എത്രത്തോളം അവർ അസംഭവ്യമാണ് എന്ന് പറയുന്നു, അത്രയും തന്നെ താങ്കൾ അതിസഹജമാണ് എന്ന് പറയുന്നു. അപ്പോൾ ബാബയുടെ നോളജിൻ്റെ ശക്തിയുടെ സഹായം കൊണ്ടും ഓർമ്മയിലൂടെ ആത്മാവിൻ്റെ പാവനസ്ഥിതിയുടെ അനുഭൂതിയുടെ ശക്തിയുടെ സഹായം കൊണ്ടും പരിവർത്തനപ്പെടുത്തി. ഇതാണ് ധൈര്യത്തിൻ്റെ ആദ്യ ചുവടിനുള്ള ബാബയുടെ പദമം മടങ്ങ് സഹായം. പദമം എന്നാൽ കോടി. അതേപോലെ തന്നെ മായാജീത്താകുന്നതിൻ്റെ കാര്യത്തിൽ എത്ര ഭിന്ന ഭിന്ന രൂപത്തിൽ മായ യുദ്ധം ചെയ്യാനായി വന്നാലും ആദ്യം മുതൽ ഇപ്പോൾ വരെയും വന്നുകൊണ്ടുമിരിക്കുന്നു. ചിലപ്പോൾ റോയൽ രൂപത്തിൽ വരുന്നു, ചിലപ്പോൾ പ്രഖ്യാത രൂപത്തിൽ വരുന്നു, ചിലപ്പോൾ ഗുപ്ത രൂപത്തിൽ വരുന്നു, ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഈശ്വരീയ രൂപത്തിൽ വരുന്നു.
63 ജന്മം മായയുടെ കൂട്ടുകാരായി കഴിയുകയായിരുന്നു. ഇങ്ങനെയുള്ള ദൃഢമായ കൂട്ടുകാരെ ഉപേക്ഷിക്കുന്നത് പ്രയാസമാണ്. അതിനാൽ ഭിന്ന ഭിന്ന രൂപത്തിലൂടെ മായയും യുദ്ധം ചെയ്യുന്നതിന് നിർബന്ധിതമാണ്. താങ്കൾ ഇവിടെ ശക്തിശാലിയാണ്. ഇത്രയും യുദ്ധമുണ്ടായിട്ടും ധൈര്യശാലികളായ കുട്ടികളാണ്. ബാബയുടെ പദമം മടങ്ങ് സഹായത്തിന് പാത്രമായ കുട്ടികളാണ്. സഹായം കാരണം മായയുടെ യുദ്ധത്തെ വെല്ലുവിളിക്കുന്നു. താങ്കളുടെ ജോലിയാണ് വരിക എന്നത്. നമ്മുടെ ജോലിയാണ് വിജയം പ്രാപ്തമാക്കുക എന്നത്. യുദ്ധത്തെ കളിയായി മനസ്സിലാക്കുന്നു. മായയുടെ സിംഹരൂപത്തെ ഉറുമ്പായി മനസ്സിലാക്കുന്നു. കാരണം ഈ മായയുടെ രാജ്യം ഇപ്പോൾ സമാപ്തമാകാൻ പോകുന്നു എന്ന് അറിയുന്നുണ്ട്. നമ്മൾ അനേകം തവണത്തെ വിജയി ആത്മാക്കളുടെ വിജയം 100% നിശ്ചിതമാണ്. അതിനാൽ നിശ്ചിതം എന്ന ഈ ലഹരി ബാബയുടെ പദമം മടങ്ങ് സഹായത്തിനുള്ള അധികാരം പ്രാപ്തമാക്കിക്കുന്നു. അതിനാൽ ധൈര്യമുള്ള കുട്ടികളെ സഹായിക്കുന്ന സർവശക്തനായ ബാബ എവിടെയുണ്ടോ അവിടെ അസംഭവ്യത്തെ സംഭവ്യമാക്കുന്നതും മായയെയും വിശ്വത്തെയും ചലഞ്ച് ചെയ്യുന്നതും വലിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെ മനസ്സിലാക്കുന്നുവല്ലോ. ആദ്യം മുതൽ ഇപ്പോൾ വരെയും ഓരോ കുട്ടിയും ധൈര്യത്തിൻ്റെ ആധാരത്തിൽ സഹായത്തിന് പാത്രമായി എവിടം വരെ സഹജ പുരുഷാർത്ഥിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടം വരെ എത്തിച്ചേർന്നു എന്നതിൻ്റെ റിസൾട്ട് ബാബ്ദാദ നോക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് കണ്ടത്? ബാബയുടെ സഹായം, അതായത് ദാതാവിൻ്റെ ദാനം, വരദാതാവിൻ്റെ വരദാനം സാഗരത്തിന് സമാനമാണ്. എന്നാൽ സാഗരത്തിൽ നിന്നും എടുക്കുന്ന ചില കുട്ടികൾ സാഗരത്തിന് സമാനം നിറമുള്ളവരായി മറ്റുള്ളവരെയും ആക്കിക്കൊണ്ടിരിക്കുന്നു. ചില കുട്ടികൾ സഹായത്തിൻ്റെ വിധിയെ അറിയാതെ സഹായം എടുക്കുന്നതിന് പകരം സ്വന്തം പ്രയത്നത്തിൽ ചിലപ്പോൾ തീവ്രഗതിയുടെയും ചിലപ്പോൾ നിരാശയുടെയും കളിയിൽ മുകളിലും താഴെയും ആയിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചില കുട്ടികൾ ചിലപ്പോൾ സഹായം ചിലപ്പോൾ പ്രയത്നം എന്ന രീതിയിലാണ്. വളരെ സമയത്തെ സഹായവുമുണ്ട്. എന്നാൽ എവിടെയൊക്കെയോ അലക്ഷ്യം കാരണം സഹായത്തിൻ്റെ വിധിയെ വേണ്ട സമയത്ത് മറന്നു പോകുന്നു. ധൈര്യം വയ്ക്കുന്നതിന് പകരം അലക്ഷ്യം കാരണം അഭിമാനത്തിൽ വന്നു പോകുന്നു. നമ്മൾ സദാ പവിത്രം തന്നെയാണ്. ബാബ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരെ സഹായിക്കും? ബാബ ബന്ധനസ്ഥനാണ്. ഈ അഭിമാനം കാരണം ധൈര്യത്തിലൂടെയാണ് സഹായം എന്ന വിധിയെ മറന്നു പോകുന്നു. അലക്ഷ്യത്തിൻ്റെ അഭിമാനവും സ്വയം അറ്റൻഷൻ നൽകുന്ന കാര്യത്തിലുള്ള അഭിമാനവും സഹായത്തിൽ നിന്നും വഞ്ചിതമാക്കുന്നു. ഇപ്പോൾ വളരെയധികം യോഗം ചെയ്തു കഴിഞ്ഞു. ജ്ഞാനി ആത്മാവും ആയിക്കഴിഞ്ഞു. യോഗി ആത്മാവും ആയിക്കഴിഞ്ഞു. വളരെയധികം പേരുകേട്ട സേവാധാരിയും ആയിക്കഴിഞ്ഞു. സെൻറ്റർ ഇൻചാർജും ആയിക്കഴിഞ്ഞു. സേവനത്തിൻ്റെ രാജധാനിയും തയ്യാറായി. പ്രകൃതിയും സേവനായോഗ്യമായി. വിശ്രമത്തോടെ ജീവിതം കഴിച്ചുകൂട്ടുകയാണ്. ഇതാണ് അറ്റൻഷൻ വയ്ക്കുന്നതിലുള്ള അലക്ഷ്യം. അതിനാൽ ജീവിച്ചിരിക്കുന്നത് വരെയും പഠനത്തിൻ്റെയും സമ്പൂർണമാകുന്നതിൻ്റെയും അറ്റൻഷൻ, പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ അറ്റൻഷനും കൊടുക്കേണ്ടതുണ്ട്. ഇത് മറന്നു പോകുന്നു. ബ്രഹ്മബാബയെ കണ്ടു. അന്തിമ സമ്പൂർണ്ണ കർമാതീത സ്ഥിതി വരെയും സ്വയം തൻ്റെ കാര്യത്തിൽ, സേവനത്തിൻ്റെ കാര്യത്തിൽ, പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ കാര്യത്തിൽ സ്റ്റുഡൻറ് ലൈഫിൻ്റെ രീതിക്കനുസരിച്ചുള്ള അറ്റൻഷൻ നൽകി നിമിത്തമായി കാണിച്ചു. അതിനാൽ ആദ്യം മുതൽ അന്തിമം വരെ ധൈര്യത്തിലിരുന്നു. ധൈര്യം നേടിക്കൊടുക്കുന്നതിന് നിമിത്തമായി. അപ്പോൾ ബാബയുടെ നമ്പർ 1 സഹായത്തിന് പാത്രമായി നമ്പർ 1 പ്രാപ്തി ലഭിച്ചു. ഭാവി നിശ്ചിതമായിരുന്നിട്ടും
അലക്ഷ്യമായി ഇരുന്നില്ല. സദാ തൻ്റെ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ അനുഭവം കുട്ടികളുടെ മുന്നിൽ അന്തിമം വരെയും കേൾപ്പിച്ചുകൊണ്ടിരുന്നു. സഹായത്തിൻ്റെ സാഗരത്തിൽ ഈ വിധം അലിഞ്ഞു ചേർന്നു. അതിലൂടെ ഇപ്പോഴും ബാബയ്ക്ക് സമാനം അവ്യക്ത രൂപത്തിലൂടെയും ഓരോ കുട്ടിയുടെയും സഹായിയാണ്. ഇതിനെയാണ് ഒരു ചുവടിൻ്റെ ധൈര്യവും പദമ മടങ്ങ് സഹായത്തിന് പാത്രമാവുക എന്ന് പറയുന്നത്. അപ്പോൾ ബാബ് ദാദ നോക്കുകയായിരുന്നു, പല കുട്ടികളും സഹായത്തിന് പാത്രമായിട്ടും സഹായത്തിൽ നിന്നും വഞ്ചിതമായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ കാരണം കേൾപ്പിച്ചു. ധൈര്യത്തിൻ്റെ വിധിയെ മറക്കുന്നത് കാരണം അഭിമാനവും അലക്ഷ്യവും, സ്വയം തൻ്റെ മേൽ അറ്റൻഷൻ്റെ കുറവും കാരണം. വിധിയില്ലെങ്കിൽ വരദാനത്തിൽ നിന്നും വഞ്ചിതമായി പോകുന്നു. സാഗരത്തിൻ്റെ കുട്ടികളായിരുന്നിട്ടും ചെറിയ ചെറിയ കുളമായി മാറുന്നു. കുളത്തിലെ ജലം കെട്ടി നിൽക്കുന്നത് പോലെ പുരുഷാർത്ഥത്തിനിടയിലും നിന്നു പോകുന്നു. അതിനാൽ ചിലപ്പോൾ പ്രയത്നത്തിലും ചിലപ്പോൾ ആഹ്ലാദത്തിലും ഇരിക്കുന്നു. ഇന്ന് നോക്കുമ്പോൾ വലിയ ആഹ്ലാദത്തിലാണ്. നാളെ ചെറിയൊരു കല്ലിൻ്റെ കഷ്ണം കാരണം അതിനെ മാറ്റുന്നതിൻ്റെ പ്രയത്നത്തിൽ മുഴുകിയിരിക്കുന്നു. പർവ്വതം പോലുമല്ല, ചെറിയ ഒരു കല്ലാണ്. മഹാവീരനാണ്, പാണ്ഡവസേനയാണ്. എന്നാൽ ചെറിയൊരു കല്ലിൻ കഷ്ണം പോലും പർവ്വതമായി മാറുന്നു. അതിൻ്റെ പ്രയത്നത്തിൽ മുഴുകുന്നു. പിന്നെ വളരെയധികം ചിരിപ്പിക്കുന്നു. ഇത് വളരെ ചെറിയൊരു കല്ലാണ് എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ, തമാശയുടെ എന്ത് കാര്യമാണ് പറയുന്നത്? താങ്കൾക്ക് എന്തറിയാം? താങ്കളുടെ മുന്നിലാണ് വന്നിരുന്നതെങ്കിൽ അറിയാൻ കഴിഞ്ഞേനെ. ബാബയോടും പറയുന്നു, താങ്കളാണെങ്കിൽ നിരാകാരമാണ്, താങ്കൾക്കും എന്തറിയാം? ബ്രഹ്മബാബയോടും പറയുന്നു, താങ്കൾക്കാണെങ്കിൽ ബാബയുടെ ലിഫ്റ്റുണ്ട്, താങ്കൾക്ക് എന്തറിയാം? വളരെ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഇതിൻ്റെ കാരണം ചെറിയൊരു തെറ്റാണ്. ധൈര്യമുള്ള കുട്ടികളെ ഈശ്വരൻ സഹായിക്കുന്നു എന്ന രഹസ്യത്തെ മറന്നു പോകുന്നു. ഇത് ഡ്രാമയിലെ ഒരു ഗുഹ്യമായ കർമ്മത്തിൻ്റെ ഗതിയാണ്. ധൈര്യമുള്ള കുട്ടികളെ ഈശ്വരൻ സഹായിക്കുന്നു. അഥവാ ഈ വിധിയും നിയമവും ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാവരും വിശ്വത്തിൻ്റെ ആദ്യത്തെ രാജാവാകുമായിരുന്നേനെ. ഒരേ സമയത്ത് എല്ലാവരും സിംഹാസനത്തിൽ ഇരിക്കുമോ? നമ്പർ വൈസ് ആകുന്നതിൻ്റെ നിയമം ഈ വിധി കാരണം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും ബാബയോട് പരാതി പറയുമായിരുന്നു, ബ്രഹ്മബാബയെ മാത്രം എന്തുകൊണ്ട് ആദ്യ നമ്പറിലേതാക്കി? നമ്മളെയും ആക്കാമായിരുന്നല്ലോ. അതിനാൽ ഈ ഈശ്വരീയ നിയമം ഡ്രാമയനുസരിച്ച് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. നിമിത്തം മാത്രമായി ഈ നിയമം അടങ്ങിയിരിക്കുന്നു. ഒരു ചുവട് ധൈര്യത്തിൻ്റേത്, പദമം ചുവട് സഹായത്തിൻ്റേത്. സഹായത്തിൻ്റെ സാഗരം ആയിരുന്നിട്ടും ഈ നിയമത്തിൻ്റെ വിധി ഡ്രാമയനുസരിച്ച് അടങ്ങിയിരിക്കുകയാണ്. അതിനാൽ എത്ര ആഗ്രഹിക്കുന്നുവോ ധൈര്യം വയ്ക്കൂ, സഹായം നേടൂ. ഇതിൽ കുറവ് വരുത്തുന്നില്ല. 1 വർഷത്തെ കുട്ടിയായാലും 50 വർഷത്തെ കുട്ടിയായാലും സറണ്ടർ ആയാലും പ്രവൃത്തിയിലുള്ളവരായാലും അധികാരം തുല്യമാണ്. എന്നാൽ വിധിയിലൂടെയാണ് പ്രാപ്തി. അപ്പോൾ ഈശ്വരീയ നിയമത്തെ മനസ്സിലാക്കിയല്ലോ. വളരെ നല്ല ധൈര്യം വെച്ചിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേരുന്നതിൻ്റെയും ധൈര്യം വയ്ക്കുമ്പോഴാണല്ലോ എത്തിച്ചേരുന്നത്. ബാബയുടേതായതും ധൈര്യം വെച്ചപ്പോഴാണായത്. സദാ ധൈര്യത്തിൻ്റെ വിധിയിലൂടെ സഹായത്തിന് പാത്രമായി നടക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് വിധിയിലൂടെ സിദ്ധി പ്രാപ്തമാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നു. സദാ ഓരോ ചുവടിലും ധൈര്യത്തിലൂടെ സഹായത്തിന് പാത്രമായി നമ്പർ 1 ആകുന്നതിൻ്റെ ലക്ഷ്യം നേടൂ. നമ്പർ 1 ഒരു ബ്രഹ്മാവാണ് ആകുന്നത്.
എന്നാൽ ഫസ്റ്റ് ഡിവിഷനിൽ സംഖ്യയുണ്ട്. അതിനാൽ നമ്പർ 1 എന്ന് പറയുന്നു. മനസ്സിലായോ? ഫസ്റ്റ് ഡിവിഷനിൽ വരാൻ സാധിക്കുമല്ലോ. ഇതിനെ നമ്പർ 1ൽ വരിക എന്നാണ് പറയുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും കുട്ടികളുടെ അലക്ഷ്യത്തിൻ്റെ ലീലകൾ കേൾപ്പിക്കാം. വളരെ നല്ല ലീലയാണ് കാണിക്കുന്നത്. ബാപ്ദാദയാണെങ്കിൽ സദാ കുട്ടികളുടെ ലീലകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ലീലയും കാണുന്നു, ചിലപ്പോൾ അലക്ഷ്യത്തിൻ്റെ ലീലയും കാണുന്നു. ശരി, കർണാടകയിലുള്ളവരുടെ വിശേഷത എന്താണ്? ഓരോ സോണിനും അവരവരുടേതായ വിശേഷതയുണ്ട്. കർണാടകയിലുള്ളവർക്ക് തങ്ങളുടേതായ വളരെ നല്ല ഭാഷയുണ്ട്. ഭാവനയുടെ ഭാഷയിൽ സമർത്ഥരാണ്. ഹിന്ദി മനസ്സിലാക്കുന്നത് കുറവാണ്. എന്നാൽ കർണാടകയുടെ വിശേഷതയാണ് ഭാവനയുടെ ഭാഷയിൽ നമ്പർ 1 ആണ്. അതിനാൽ ഭാവനയുടെ ഫലം സദാ ലഭിക്കുന്നു. മറ്റൊന്നും പറയുകയില്ല. എന്നാൽ സദാ ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഭാവനയുടെ ശ്രേഷ്ഠ ഭാഷ അറിയാം. ഭാവനയുടെ ഭൂമിയാണല്ലോ. ശരി, 4 ഭാഗത്തുമുള്ള ധൈര്യശാലികളായ കുട്ടികൾക്ക് സദാ ബാബയുടെ സഹായം പ്രാപ്തമാകുന്നതിന് പാത്രമായ ആത്മാക്കൾക്ക് സദാ നിയമത്തെ അറിഞ്ഞ് വിധിയിലൂടെ സിദ്ധി പ്രാപ്തമാക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ ബ്രഹ്മബാബയ്ക്ക് സമാനം അന്തിമം വരെയും പഠനത്തിൻ്റെയും പുരുഷാർത്ഥത്തിൻ്റെയും വിധിയിലൂടെ നടക്കുന്ന ശ്രേഷ്ഠവും മഹാനും ബാബ് സമാനുമായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. പാർട്ടികളുമായി അവ്യക്ത ബാബ്ദാദയുടെ കൂടിക്കാഴ്ച. സ്വയം ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി അനുഭവിക്കുന്നുണ്ടോ? ഡബിൾ ലൈറ്റ് സ്ഥിതി ഫരിസ്ത അവസ്ഥയുടെ സ്ഥിതിയാണ്. ഫരിസ്ത എന്നാൽ ലൈറ്റ്. ബാബയുടേതായപ്പോൾ മുഴുവൻ ഭാരവും ബാബയ്ക്ക് നൽകിയില്ലേ? ഭാരം ലൈറ്റാക്കിയപ്പോൾ ഫരിഷ്തയായി. ബാബ വന്നിരിക്കുന്നത് തന്നെ ഭാരം സമാപ്തമാക്കുന്നതിനാണ്. ബാബ ഭാരം സമാപ്തമാക്കുന്നവൻ ആയിരിക്കെ താങ്കൾ ഏവരും ഭാരം സമാപ്തമാക്കി കഴിഞ്ഞില്ലേ? ചെറിയ ഏതെങ്കിലും ഭാണ്ഡക്കെട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടില്ലല്ലോ. എല്ലാം കൊടുത്തു കഴിഞ്ഞോ? അതോ കുറച്ചൊക്കെ സമയത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണോ? കുറച്ചൊക്കെ പഴയ സംസ്കാരമുണ്ടോ? അതോ അതും സമാപ്തമായി കഴിഞ്ഞോ? പഴയ സ്വഭാവം അല്ലെങ്കിൽ പഴയ സംസ്കാരം, ഇതും ഖജനാവാണല്ലോ. ഇതും നൽകി കഴിഞ്ഞോ? അഥവാ അല്പമെങ്കിലും അവശേഷിക്കുകയാണെങ്കിൽ മുകളിൽ നിന്നും താഴേക്ക് വരും. ഫരിഷ്തയായി പറക്കുന്ന കലയുടെ അനുഭവം ചെയ്യാൻ അനുവദിക്കില്ല. ചിലപ്പോൾ ഉയരങ്ങളിൽ, ചിലപ്പോൾ താഴെ വരും. അതിനാൽ ബാപ്ദാദ പറയുന്നു, എല്ലാം കൊടുക്കൂ. ഇത് രാവണൻ്റെ പ്രോപ്പർട്ടിയാണല്ലോ. രാവണൻ്റെ പ്രോപ്പർട്ടി തൻ്റെ അടുക്കൽ വയ്ക്കുകയാണെങ്കിൽ ദുഃഖമായിരിക്കും നേടുന്നത്. ഫരിഷ്ത എന്നാൽ അല്പം പോലും രാവണൻ്റെ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കരുത്. പഴയ സ്വഭാവമോ സംസ്കാരമോ വരുന്നുണ്ടോ? ആഗ്രഹിച്ചിരുന്നതല്ല, പക്ഷേ സംഭവിച്ചു പോയി, ചെയ്തു പോയി, അല്ലെങ്കിൽ ഉണ്ടായി പോകുന്നു, ഇങ്ങനെ പറയുന്നുവല്ലോ. ഇതിലൂടെ തെളിയുന്നത് ചെറിയൊരു പഴയ ഭാണ്ഡക്കെട്ട് തൻ്റെ അടുക്കൽ വെച്ചിരിക്കുകയാണ് എന്നാണ്. ചപ്പു ചവറുകളുടെ ഭാണ്ഡക്കെട്ടുണ്ട്. അപ്പോൾ സദാകാലത്തേക്ക് ഫരിഷ്തയാകണം. ഇതാണ് ബ്രാഹ്മണ ജീവിതം. പാസ്റ്റ് സമാപ്തമായി കഴിഞ്ഞു. പഴയ കണക്ക് ഭസ്മമാക്കി ഇപ്പോൾ പുതിയ കാര്യങ്ങളും പുതിയ കണക്കുമാണ്. അഥവാ അല്പമെങ്കിലും പഴയ കടം അവശേഷിക്കുകയാണെങ്കിൽ സദാ മായയുടെ രോഗം ബാധിച്ചുകൊണ്ടിരിക്കും. കാരണം കടത്തെ രോഗം എന്ന് പറയുന്നു. അതിനാൽ മുഴുവൻ കണക്കും സമാപ്തമാക്കൂ. പുതിയ ജീവിതം ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ പഴയതെല്ലാം സമാപ്തം. സദാ ആഹാ ആഹാ എന്ന ഗീതം പാടുന്നുവല്ലോ. അയ്യോ അയ്യോ,
എന്ന ഗീതം സമാപ്തമായി കഴിഞ്ഞു. ആഹാ ആഹാ എന്ന ഗീതം സദാ മനസ്സിൽ പാടിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു ശ്രേഷ്ഠ കർമ്മം ചെയ്യുമ്പോഴും മനസ്സിൽ എന്താണ് വരുന്നത്? ആഹാ എൻ്റെ ശ്രേഷ്ഠ കർമ്മം, അല്ലെങ്കിൽ ആഹാ ശ്രേഷ്ഠ കർമ്മം പഠിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ ആഹാ ശ്രേഷ്ഠ സമയം ശ്രേഷ്ഠ കർമ്മം ചെയ്യിക്കുന്നവൻ. അപ്പോൾ സദാ ആഹാ ആഹാ എന്ന ഗീതം പാടുന്ന ആത്മാക്കളാണല്ലോ. ഇടയ്ക്ക് അറിയാതെ പോലും അയ്യോ എന്ന് വരുന്നില്ലല്ലോ. അയ്യോ ഇതെന്ത് സംഭവിച്ചു എന്നത് പാടില്ല. ഏതെങ്കിലും ദുഃഖത്തിൻ്റെ ദൃശ്യം കാണുമ്പോഴും അയ്യോ എന്ന ശബ്ദം വരാൻ പാടില്ല. ഇന്നലെ അയ്യോ അയ്യോ എന്ന ഗീതം പാടുമായിരുന്നു. ഇന്ന് ആഹാ ആഹാ എന്ന ഗീതം പാടുന്നു. ഇത്രയും വ്യത്യാസമുണ്ടായി. ഇതാരുടെ ശക്തിയാണ്? ബാബയുടേതോ അതോ ഡ്രാമയുടേതോ? മുന്നിലുള്ളവർ പറഞ്ഞു ബാബയുടെ. ബാബയും ഡ്രാമ കാരണമാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഡ്രാമയും ശക്തിശാലിയായി. അഥവാ ഡ്രാമയിൽ പാർട്ടില്ലായിരുന്നുവെങ്കിൽ ബാബയും എന്തു ചെയ്യുമായിരുന്നേന്? ബാബയും ശക്തിശാലിയാണ്, ഡ്രാമയും ശക്തിശാലിയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഗീതം പാടിക്കൊണ്ടിരിക്കൂ. ആഹാ ഡ്രാമ ആഹാ. എന്താണോ സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്നത് അത് സാകാരത്തിൽ സംഭവിച്ചു. വീട്ടിലിരിക്കെ സർവ്വതും ലഭിച്ചു. വീട്ടിലിരിക്കെ ഇത്രയും ഭാഗ്യം ലഭിച്ചു. ഇതിനെയാണ് ഡയമണ്ട് ലോട്ടറി എന്ന് പറയുന്നത്. സംഗമയുഗി സ്വരാജ്യ അധികാരി ആത്മാക്കളായി കഴിഞ്ഞു. ഓരോ കർമ്മേന്ദ്രിയത്തിൻ്റെ മേലും തൻ്റെ രാജ്യമുണ്ടോ? ഏതെങ്കിലും കർമ്മേന്ദ്രിയം ചതിക്കുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും സങ്കല്പത്തിൽ പോലും തോൽവി ഉണ്ടാകുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും വ്യർത്ഥ സങ്കല്പം നടക്കുന്നുണ്ടോ? സ്വരാജ്യ അധികാരി ആത്മാക്കളാണ്. ഈ ലഹരിയിലൂടെയും നിശ്ചയത്തിലൂടെയും സദാ ശക്തിശാലിയായി മായാജീത്തും ജഗജ്ജീത്തുമായി മാറുന്നു. സ്വരാജ്യ അധികാരി ആത്മാക്കൾക്കാണ് സഹജയോഗിയും നിരന്തര യോഗിയുമാകുവാൻ സാധിക്കുന്നത്. സ്വരാജ്യ അധികാരിയുടെ ലഹരിയിലൂടെയും നിശ്ചയത്തിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. മാതാക്കൾ നഷ്ടമോഹയാണോ അതോ മോഹമുണ്ടോ? പാണ്ഡവർക്ക് എപ്പോഴെങ്കിലും ക്രോധത്തിൻ്റെ അംശരൂപത്തിലെങ്കിലും ആവേശം വരുന്നുണ്ടോ? ഇടയ്ക്ക് ആരെങ്കിലും കീഴ്മേലാക്കാൻ, അതായത് സ്ഥിതി മാറ്റാൻ ശ്രമിച്ചാൽ ക്രോധം വരുമോ? സേവനത്തിൻ്റെ ചാൻസ് ഒരല്പം കുറവാണ് ലഭിച്ചത് എങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന് സഹോദരിയോട് അല്പമെങ്കിലും ആവേശം വരുമോ? നോക്കണം, പരീക്ഷ വരും. കാരണം അല്പമെങ്കിലും ദേഹാഭിമാനം വന്നു എങ്കിൽ അതിൽ ആവേശമോ ക്രോധമോ സഹജമായി വന്നു ചേരുന്നു. അതിനാൽ സദാ സ്വരാജ്യ അധികാരി, എന്നാൽ സദാ നിരഹങ്കാരി, സദാ വിനയമുള്ളവരായി സേവാധാരിയാകുന്നവർ, മോഹത്തിൻ്റെ ബന്ധനവും സമാപ്തമായവർ. ശരി, വരദാനം. ബാബയ്ക്ക് സമാനം തൻ്റെ ഓരോ വാക്കിൻ്റെയും കർമ്മത്തിൻ്റെയും സ്മാരകം ഉണ്ടാക്കുന്ന ഹൃദയ സിംഹാസനസ്ഥരും രാജ്യ സിംഹാസനസ്ഥരുമായി ഭവിക്കട്ടെ. ബാബയിൽ നിന്നും ഏതെല്ലാം വാക്കുകൾ വരുന്നുവോ അവ സ്മാരകമായി മാറുന്നു. അതേപോലെ ആരാണോ ബാബയ്ക്ക് സമാനം ആയത് അവർ എന്തെല്ലാം സംസാരിക്കുന്നുവോ അത് സർവരുടെയും ഹൃദയങ്ങളിൽ ലയിച്ചു ചേരുന്നു, അതായത് സ്മാരകമായി നിലനിൽക്കുന്നു. അവർ ഏത് ആത്മാവിനെ പ്രതി സങ്കൽപ്പിക്കുന്നുവോ അത് അവരുടെ ഹൃദയത്തിൽ ഏൽക്കുന്നു. അവരുടെ 2 വാക്കുകൾ പോലും ഹൃദയത്തിന് ആശ്വാസം പകരുന്നവയായിരിക്കും. അതിലൂടെ സമീപതയുടെ അനുഭവമുണ്ടാകുന്നു. അതിനാൽ അവരെ എല്ലാവരും തൻ്റേതായി മനസ്സിലാക്കുന്നു. ഇങ്ങനെ സമാനമായ കുട്ടികൾ തന്നെയാണ് ഹൃദയ സിംഹാസനസ്ഥരും രാജ്യ സിംഹാസനസ്ഥരും ആകുന്നത്. സ്ലോഗൻ. തൻ്റെ പറക്കുന്ന കലയിലൂടെ
ഓരോ സമസ്യയെയും ഒരു തടസ്സവുമില്ലാതെ മറികടക്കുന്ന പറക്കുന്ന പക്ഷിയാകൂ. സൂചന: ഇന്ന് മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിവസമാണ്. ബാബയുടെ എല്ലാ കുട്ടികളും വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ വിശേഷിച്ച് ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് യോഗം അഭ്യസിക്കണം. തൻ്റെ ശുദ്ധവും ശക്തിശാലിയുമായ മനസാശക്തികൾ കൊണ്ട് മുഴുവൻ വിശ്വത്തിനും സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യണം. ഓം ശാന്തി. ബുദ്ധിയെ നാനാഭാഗത്തു നിന്നും വേർപെടുത്തി സ്വയം തൻ്റെ ആത്മസ്വരൂപത്തെ കാണൂ. ഭൃഗുടി മധ്യത്തിൽ അതിസൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കൂ. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ്. ഞാൻ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. എന്നിൽ നിന്നും ശീതളതയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഈ ശീതളമായ പ്രകാശം സർവ കർമ്മേന്ദ്രിയങ്ങളെയും ശീതളമാക്കുന്നു. ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായി ഞാൻ എൻ്റെ സ്വഗ്രഹമായ ബ്രഹ്മലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. വരദാതാവായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്ത് എൻ്റെ മനസ്സും ബുദ്ധിയും പരമജ്യോതി സ്വരൂപത്തിൽ ഏകാഗ്രമാക്കുന്നു. സംഗമയുഗത്തിലെ അതിശ്രേഷ്ഠവും അതീവ സുന്ദരവുമായ ഈ പരമാത്മാ മിലനത്തിലൂടെ എനിക്ക് ഈശ്വരീയ സമ്പത്തും വരദാനവും പ്രാപ്തമാകുന്നു. ഭോലാനാഥനായ ശിവബാബയുടെ ഈ ദിവ്യ കിരണങ്ങൾ എൻ്റെ ബുദ്ധിയിൽ സ്പർശിക്കുമ്പോൾ ഈ സർവ ഗുണങ്ങളുടെയും സർവശക്തികളുടെയും അധികാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ നൽകുന്ന ഈ ദിവ്യ വരദാനങ്ങൾ എന്നെ റോയൽ ഫാമിലിയുടെ അധികാരിയാക്കി മാറ്റുന്നു. രാജസിംഹാസനത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സത്യയുഗി രാജ്യഭാഗ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സഫലതയുടെ അധികാരിയാക്കി മാറ്റുന്നു. ഈ അതിശ്രേഷ്ഠ ഈശ്വരീയ ശക്തികളുടെയും ശ്രേഷ്ഠ ഗുണങ്ങളുടെയും സർവശ്രേഷ്ഠ ഖജനാവുകളാൽ സമ്പന്നമായി ബാലക് സോ മാലിക്കായി മസ്തക സിംഹാസനത്തിൽ ഞാൻ വിരാജിക്കുന്നു.